എടാ ഒരടി നീ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലേ? നമുക്കൊന്നൊന്ന് സിനിമക്ക് പോയാലോ? അപ്പൊ റെഡി ആവൂലേ? സിനിമയ്ക്ക് എന്റെ പട്ടി വരും, നീ ഒറ്റക്ക് പോയാൽ മതി. എടാ നീ എന്നാടി ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ നിന്റെ ഒരേ ഒരു ഫ്രണ്ട് അല്ലടാ. നിന്റെ ഈ ഡ്രാമകളത്തെ വർത്താനം നോക്കുമ്പോൾ എനക്ക് ഇടുന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. നീ പോയാ പോയാ. എടാ ഡ്രാമയാ? എടാ ചങ്ക് കുത്തുന്ന വർത്താനൊന്നും പറയല്ലേ. ഫ്രണ്ട്സ് ആകുമ്പോ കല്ലറ ചില്ലറ അടിയും വഴക്കൊക്കെ ഉണ്ടാവൂലേ? അല്ലറ ചില്ലറ വഴക്കാ? എടാ കഴിഞ്ഞ ഒരാഴ്ച അത്ര അടിയുണ്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടാ? അത് നീ കഷ്ടപ്പെട്ടുണ്ടാ? ഞാൻ പറഞ്ഞുതരാം. തിങ്കളാഴ്ച ഞാൻ കുറച്ച് ലേറ്റ് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ വഴക്ക്. ചൊവ്വാഴ്ച ജിമ്മിനെ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ വഴക്ക്. ബുധനാഴ്ച പ്ലാൻ ചെയ്ത ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ പേരിൽ വഴക്ക്. വ്യാഴാഴ്ച നിനക്ക് മുന്നേ ഞാൻ കത്തിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ വഴക്ക്. എനക്കിനി വഴക്കൂടാൻ വയ്യ, എനക്ക് കുറച്ച് സമാധാനം വേണം പ്ലീസ്. നീ ഇങ്ങനെ കണക്ക് പറയല്ല. വഴക്കിന് കാരണം ഞാൻ മാത്രല്ല, നീയുമില്ലേ? അറിയാം, സമ്മതിച്ച്. അതുകൊണ്ട് എനക്കിനി എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. ഇനി മേലെ ഫ്രണ്ട്ഷിപ്പ് കൃഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ പിറകിൽ വന്നിട്ടുണ്ടെങ്കിലേ നീ ഇല്ലാണ്ട് ഒരു സുഖമില്ലടാ. നീ ക്ഷമിക്ക്. ഇനി നമ്മൾ തമ്മിൽ ഒരു കൊല്ലത്തേക്ക് അടിയേ ഉണ്ടാവൂല. എന്നാ സിനിമക്ക് വാ.